ഡിയർ ഫ്രണ്ട്സ്, ഞാനെന്ന് പറയാൻ പോകുന്നത് നോക്കിയ PC സ്യൂട്ട് ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിലെ സോഫ്റ്റ്വെയർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ ഏതെങ്കിലും കാരണവശാൽ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് PC സ്യൂട്ട് ഉപയോഗിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ ആ പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിയ OVS സ്യൂട്ടിൽ കയറിയതിനു ശേഷം PC സ്യൂട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇതിനായി www.nokia.com കയറുക. nokia.com കയറിയതിനു ശേഷം സെർച്ച് ബോക്സിൽ നോക്കിയ PC സ്യൂട്ട് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് PC സ്യൂട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നില്ല. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലൊരു സ്ക്രീൻ ലഭ്യമാകുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് നോക്കിയ X201 QWERTY ഫോണാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നതെന്ന് പറയുന്നത് നോക്കിയയിലോട്ട് നമ്മൾ സൈൻ ഇൻ ചെയ്യണം. നമ്മളെ ഇമെയിൽ അഡ്രസ്സും പേര് നൽകിയാൽ മതിയാകും. നമുക്ക് നോക്കിയ അക്കൗണ്ട് സൈൻ ഇൻ ആകുന്നതാണ്. അക്കൗണ്ട് നേരത്തെ ഉള്ളവർക്ക് അതിൻ്റേതായ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും നൽകിയാൽ മതിയാകും. അതിനുശേഷം നിങ്ങളുടെ ഫോണിൽ ഡാറ്റ കേബിൾ ഓർ ബ്ലൂടൂത്ത് വഴിയാണെങ്കിൽ അത് കണക്റ്റ് ചെയ്യുക. കണക്റ്റ് ചെയ്യാൻ നേരത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക, മാസ് സ്റ്റോറേജോ മീഡിയ ട്രാൻസ്ഫറോ അല്ല ഇടേണ്ടത്. നോക്കിയ OVS സ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. കണക്ടിവിറ്റിയിൽ നോക്കിയ OVS സ്യൂട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഡിവൈസ് ഇവിടെ കണക്റ്റ് ആകും. ഇവിടെ ഡിവൈസ് കണക്റ്റ് ആകുന്ന ഉടനെ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ഫിഗർ ഇവിടെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, നമ്മുടെ ഡിവൈസിൻ്റെ ഫിഗർ ഇവിടെ ലഭ്യമായി കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള ഇൻബോക്സോ അങ്ങനെ മൊബൈലിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറുകൾ, നിങ്ങൾക്ക് ഫോണിലേക്ക് ആവശ്യമായ ആപ്ലിക്കേഷനുകൾ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫോൺ സപ്പോർട്ടായിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ ലഭിക്കുന്നതാണ്. നെറ്റിൽ കണക്റ്റബിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഓൺലൈനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ നെറ്റ് കണക്റ്റബിൾ ആയിരിക്കണം എപ്പോഴും. ഇപ്പോൾ ഇത്രയും ആപ്ലിക്കേഷൻസൊക്കെയാണ് എൻ്റെ ഫോണിന് വേണ്ടി X201 സ്യൂട്ട് ആകുന്നത്. ഇപ്പോൾ എനിക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇവിടെ ഡൗൺലോഡിങ് കാണിക്കുന്നു. ഇത് നമ്മൾ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നേരെ തന്നെ ഫോണിലേക്ക് സേവ് ആകുന്നതാണ്. അതിനുശേഷം നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫോണിലേക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ അവൈലബിളായിട്ടുള്ള ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് V08.7 ആയിരുന്നു. ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ഫോണിന് സോഫ്റ്റ്വെയറിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവിടെ കാണിക്കും. ഇപ്പോൾ എനിക്ക് കാണിക്കുന്നത് നോ അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഉടനെ അവിടെ ഒരു സ്ക്രീന് വന്നിട്ട് സോഫ്റ്റ്വെയറിൻ്റെ വേർഷനും അവൈലബിലിറ്റിയും അവിടെ കാണിക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ കാണിക്കുന്നില്ല എങ്കിൽ റീഫ്രഷ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. റീഫ്രഷ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നും പറഞ്ഞ് ഇവിടെ ഇപ്പോൾ റീ ഇൻസ്റ്റാളാണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം, ഇപ്പോൾ നിങ്ങൾക്ക് വേർഷൻ ഇല്ല, നിങ്ങൾക്ക് വൈറസ് കയറി ഫോൺ വർക്കാവുന്നില്ല എങ്കിൽ നിങ്ങൾ കൊടുത്തതിന് ശേഷം റീ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്താൽ മതിയാകും. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഈ സോഫ്റ്റ്വെയർ ഒന്നും കൂടെ റീ ഇൻസ്റ്റാൾ ആവുകയും ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഫോൺ 2-3 തവണ സ്വിച്ച് ഓഫ് ആവുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കുന്ന കാര്യത്തിൽ യാതൊരു പേടിയും വേണ്ട. ഇത് ഈ പ്രോസസ്സിങ് ഇടയ്ക്ക് ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഒരു കാരണവശാലും നമ്മൾ ഈ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ ഡാറ്റ കേബിൾ വലിച്ചു വിടാൻ പാടില്ല. എങ്കിൽ അത് ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ സാരമായി തന്നെ ബാധിക്കും. ഇങ്ങനെയാണ് ഫോണിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഇനി ഇതിൽ കൂടുതൽ മനസ്സിലാകാനുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. ഓക്കെ, താങ്ക് യു.